തൃശൂരിൽ കാരിക്കുളത്ത് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർക്ക് കുത്തേറ്റു. പത്തുകുളങ്ങര സ്വദേശികളായ അനസ്, റഫീഖ എന്നിവർക്കാണ് കുത്തേറ്റത്. ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, ഒരുപക്ഷെ ഇന്നലെയും ഇത്തരത്തിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് രാവിലെയും ഇത്തരമൊരു സംഭവങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾക്കൊക്കെ എന്തെങ്കിലും ബന്ധം ഉള്ളതായി തോന്നുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, കഴിഞ്ഞ ദിവസവും തൃശൂർ ജില്ലയിൽ യുവാവിനെ കുത്തേറ്റിരുന്നു. ഇന്ന് രാവിലെ ആ ചികിത്സയിലിരുന്ന യുവാവ് മരിച്ചിരുന്നു. ഇപ്പോൾ വരന്തരപ്പള്ളി കാരിക്കുളത്താണ് രണ്ട് യുവാക്കൾക്ക് കുത്തേറ്റിരിക്കുന്നത്. മുരുക്കുങ്ങൽ പത്തുകുളങ്ങര സ്വദേശിയായ ഹൈദ്രോസ് മകൻ അനസും അതുപോലെ തന്നെ റഫീഖ് എന്നിവർക്കാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 10 മണിയോടെ, കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. കാരിക്കുളം പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള തർക്കമാണ് ഈ ഒരു കത്തിക്കുത്തിൽ കലാശിച്ചിട്ടുള്ളത്. ദഫ്മുട്ട് നടക്കുന്നതിനിടയിലൂടെ കാറ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെ ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടാകുകയായിരുന്നു. ഇതിനിടെ ഈ സമീപത്തെ വീട്ടുമുറ്റത്തിരുന്ന ടാപ്പിംഗ് കത്തി ഉപയോഗിച്ചാണ് ഈ കാറിൽ വന്നവരെ കുത്തിയിട്ടുള്ളത്. കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിലായതായിട്ടാണ് സൂചന. ഏതായാലും ഇത്തരത്തിൽ തൃശൂർ ജില്ലയിൽ അതിക്രമങ്ങൾ, ഈ ഇത്തരത്തിലുള്ള കത്തിക്കുത്തുമൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ഒരു യുവാവിന് ജീവൻ നഷ്ടമായി. അതിനുശേഷം ഇത്തരത്തിൽ രണ്ട് യുവാക്കൾക്ക് കുത്തേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും പോലീസ് കൂടുതൽ ശ്രദ്ധ പുലർത്തുകയാണ്. കാരണം യുവാക്കളിലാണ് ഇത്തരത്തിൽ കൂടുതലുമായി അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അവരൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നോക്കുകയാണെങ്കിൽ തൃശൂർ ജില്ലയിലടക്കം നിരവധി കൊലപാതകങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കേസും വാക്ക് തർക്കത്തെ തുടർന്നാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതികളെ പിടികൂടിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. വിഷ്ണു, യെസ്, വ്യക്തമാണ്. തൃശ്ശൂരിൽ കാരിക്കുളത്താണ് യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തിൽ രണ്ടുപേർക്ക് കുത്തേറ്റത്. പത്തുകുളങ്ങര സ്വദേശികളായ അനസ്, റഫീഖ് എന്നിവർക്കാണ് കുത്തേറ്റിട്ടുള്ളത്. ഇരുവരെയും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.